My topic is optical flow. Optical flow is a technique used to describe image motion. അതായത് ഇമേജ് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഒപ്റ്റിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി അപ്ലൈ ടു എ സീരീസ് ഓഫ് ഇമേജസ് ദാറ്റ് ഹാവ് എ സ്മോൾ ടൈം സ്റ്റെപ്പ് ബിറ്റ്വീൻ ദം. ഫോർ എക്സാമ്പിൾ വീഡിയോ ഫ്രെയിംസ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് വീഡിയോ ഫ്രെയിംസ്. വീഡിയോ ഫ്രെയിംസിൽ നമ്മൾ ഒരു സീരീസ് ഓഫ് ഇമേജസ്, അതായത് ഓരോ പെർട്ടിക്കുലർ ഇമേജ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ടൈം സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതായത് വീഡിയോ ഫ്രെയിംസിലൊക്കെ ഈ ഒപ്റ്റിക്കൽ ഫ്ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂഷ്വലി അപ്ലൈ ടു എ സീരീസ് ഓഫ് ഇമേജസ് ദാറ്റ് ഹാവ് എ സ്മോൾ ടൈം സ്റ്റെപ്പ് ബിറ്റ്വീൻ ദം, ഫോർ എക്സാമ്പിൾ വീഡിയോ ഫ്രെയിംസ്. സോ ആസ് ദ നെയിം സജസ്റ്റ്, ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വിൽ യൂട്ടിലൈസ് ദ ഫ്ലോ ഓർ ചേഞ്ച് ഇൻ ബ്രൈറ്റ്നസ് വാല്യൂ ഓർ ഒപ്റ്റിക്കൽ ഇൻറ്റൻസിറ്റി ടു ട്രാക്ക് മൂവിങ് ഒബ്ജക്ട്സ്. സോ ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വെൻ കമ്പയർഡ് ടു ദ മോഷൻ അനാലിസിസ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് 3 dimensional മോഷൻ ഓഫ് ഒബ്ജക്ട്സ് അക്രോസ് 2 dimensional ഇമേജ്. സോ അഡീഷണലി ഈ ഒരു ഒപ്റ്റിക്കൽ ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫ്ലോ മെത്തേഡ് വിൽ ഈസിലി കോൺഫിഗർ ടു ട്രാക്ക് ഇൻട്രസ്റ്റഡ് മൂവിങ് ഒബ്ജക്ട്സ് ഓൺലി വൈൽ ഇഗ്നോറിംഗ് മോഷൻ ഓഫ് അൺഇമ്പോർട്ടൻറ്റ് ഒബ്ജക്ട്സ്. സോ ഒപ്റ്റിക്കൽ ഫ്ലോ കാൽക്കുലേറ്റ്സ് എ വെലോസിറ്റി ഫോർ പോയിൻറ്റ്സ് വിത്തിൻ ദ ഇമേജസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഫ്രെയിംസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഓരോ ഇമേജിന് ശേഷവും, അതായത് ഓരോ ഇമേജസ് സീരീസ് ആയിട്ടായിരിക്കും ഇമേജസ് അവിടെ കൊടുക്കുക. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫ്ലോ കാൽക്കുലേറ്റ്സ് എ വെലോസിറ്റി ഫോർ പോയിൻറ്റ്സ് വിത്തിൻ ദ ഇമേജസ് ആൻഡ് പ്രൊവൈഡ്സ് എൻ എസ്റ്റിമേഷൻ ഓഫ് വെയർ പോയിൻറ്റ്സ് കുഡ് ബി ഇൻ ദ നെക്സ്റ്റ് ഇമേജ് സീക്വൻസ് ലൈക്ക് ദാറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സപ്പോസ് ദ ഡിസ്ക് ഇൻ ദ ഫസ്റ്റ് ഇമേജ്, ഇതെന്ന് പറയുന്നത് ഒരു ഡിസ്ക്കാണ്. അതായത് ഫസ്റ്റ് ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ഡിസ്ക്കാണ്. ആ ഡിസ്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഷോൺ ഇൻ ദ സെക്കൻഡ് ഇമേജ്. സോ മൂന്നാമത്തെ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഫ്ലോ ആണ്. ദ ഒപ്റ്റിക്കൽ ഫ്ലോ ഫീൽഡ് ജനറേറ്റ് വെലോസിറ്റി വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു പോയിൻറ്റ്സ് ഇൻ ദ മൂവിങ് ഒബ്ജക്ട്സ്. ബൈ അനലൈസിങ് ദ ഫ്ലോ ഫീൽഡ് വി ക്യാൻ ഈസിലി സീ ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് പോയിൻറ്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആസ് വെൽ. വി നോ ദാറ്റ്, നമുക്കറിയാം ഒരു ഡിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക് ഹാവ് ദ മാക്സിമം സ്പീഡ് അറ്റ് ദ ഔട്ടർ പെരിഫറി ബൈ റെഡ്യൂസ്ഡ് സ്പീഡ് അറ്റ് ദ സെൻറ്റർ. അതായത് അതിൻ്റെ ഔട്ടർ പോർഷനിൽ സ്പീഡ് കൂടുതലും അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് സ്പീഡ് കുറവായിരിക്കും. ഈ ഒരു സെയിം സാധനമാണ് ഒപ്റ്റിക്കൽ ഫ്ലോയിൽ നോക്കുന്ന സമയത്ത് ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലിയർലി റെപ്രസെൻറ്റഡ് ആണ്. അതായത് ഒപ്റ്റിക്കൽ ഫ്ലോ ഫീൽഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഔട്ടർ ഫീൽഡിൽ സ്പീഡായിട്ട് ഒബ്ജക്ട്സ് മൂവ് ചെയ്യും. അതായത് സെൻറ്ററിൽ സ്ലോ ആയിട്ടാണ്, റെഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഇതിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലോയിന് ഫസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. So optical flow computation is based on 2 assumptions. So like any other motion analysis techniques, special flow methods also observe certain assumptions to figure out the motion. So first one is the observed brightness of any objective point is constant over time. ആ ഒരു ഇമേജ് നമ്മളുടെ താഴെ ഒരു ഫ്രെയിം തന്നിട്ടുണ്ട്. ആസ് ഇൻ ദിസ് ഫ്രെയിം ബ്രൈറ്റ്നസ് വാല്യൂസ് വിൽ ബി ട്രാക്ഡ്. സോ ഇഫ് ദ ബ്രൈറ്റ്നസ് വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റ് ടു ബി ട്രാക്ട് ചേഞ്ചസ് മോർ ദാൻ ദ ത്രെഷോൾഡ്, ദെൻ ട്രാക്കിംഗ് ഇറ്റ് വിൽ നോട്ട് പോസിബിൾ. If the time interval is large, then brightness value changes significantly. അതായത് ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇവിടെ ടൈം ഇൻ്റർവെൽ ലാർജ് കൂടുതലാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബ്രൈറ്റ്നസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുക. But if the time interval is quite short, then brightness value will not change. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിയർബൈ പോയിന്റ്സ് ഇൻ ദി ഇമേജ് പ്ലെയിൻ മൂവ് ഇൻ സിമിലർ മാനർ. ദ വെലോസിറ്റി സ്മൂത്ത്നെസ് കോൺസ്റ്റൻറ്റ്. ബൈ നിയർബൈ പോയിന്റ്സ് ഹാവിങ് അപ്രോക്സിമേറ്റ്ലി സെയിം ബ്രൈറ്റ്നസ് വാല്യൂ ആൻഡ് ലൈയിങ് ഇൻ ദ സെയിം ഒബ്ജക്റ്റ് ആർ മെൻ. സോ ഇതാണ് ഇതിൽ ബേസിക്കായിട്ടും പറയുന്നത്, 2 അസംഷൻസ് ആയിട്ട് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് ബാർബേഴ്സ് പോൾ ഇല്യൂഷൻ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാർബർ പോൾ ഇല്യൂഷനിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഒപ്റ്റിക്കൽ ഫ്ലോ ആൻഡ് മോഷൻ ഫീൽഡ്, അതായത് ഇതിൽ രണ്ട് അതായത് മോഷൻ അനാലിസിസ്, അതായത് മോഷൻ ഫീൽഡിനെയും കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഫ്ലോ ഉണ്ട്, രണ്ടും ഉണ്ട്. ബട്ട് ദേ ആർ കറസ്പോണ്ടിങ്സ് ടു ഈച്ച് അതർ, ദേ ആർ നോട്ട് കറസ്പോണ്ടിങ്സ് ടു ഈച്ച് അതർ. ഇതാണ് ബാർബേഴ്സ് പോൾ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു സിലിണ്ടർ വന്നിട്ടുണ്ട്. ആ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ ആക്സിസിലാണ് സ്പിൻ ചെയ്തത്. അതായത് ഈ ഒരു സിലിണ്ടർ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വേർട്ടിക്കൽ ആക്സിസിലാണ് സ്പിൻ ചെയ്യുന്നത്. സോ അതാണ് ബാർബേഴ്സ് പോളിൽ ഫസ്റ്റ് ഫിഗറിൽ തന്നിട്ടുണ്ടത്. ഒരു സിലിണ്ടർ ഉണ്ട്, അതിൽ സ്പിന്ന് ചെയ്യുന്നത് അത് വേർട്ടിക്കൽ ആക്സിസിലാണ്. ദെൻ രണ്ടാമത്തെ ഫിഗറിൽ കാണിക്കുന്നത് അതിൻ്റെ മോഷൻ ഫീൽഡാണ്. അതിൻ്റെ മോഷൻ, അതിലുള്ള ഒബ്ജക്ട്സിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. ദാറ്റ് ഈസ് ഓൾ ദ പോയിൻറ്റ്സ് ഇൻ ദ സിലിണ്ടർ ആർ മൂവിങ് ഇൻ ഹൊറിസോണ്ടൽ ആക്സിസ്. ബട്ട് ഹൗവർ ഇൻ ദ സിലിണ്ടർ ദ ഇമേജ് പാറ്റേൺ, അതായത് പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആക്ച്വലി ഇൻ വേർട്ടിക്കൽ ഡയറക്ഷൻ. അതാണ് ഒപ്റ്റിക്കൽ ഫ്ലോ ആയിട്ട് വരുന്നത്. അതിൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് വേർട്ടിക്കൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫ്ലോ ആണ് അത് ബേസിക്കലി. സോ ഇൻ ദിസ് കേസ് വി ഹാവ് ബോത്ത് മോഷൻ ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഫ്ലോവും കാണിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ദേ ആർ നോട്ട് കറസ്പോണ്ടിങ്സ് ടു ഈച്ച് അതർ. They are actually orthogonal directions to each other. So next one, ഇതൊരു മോഷൻ ഇല്യൂഷൻ ആണ്. ദാറ്റ് ഈസ് ഡോഗ്രി വേവ് ഇല്യൂഷൻ. ഇതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ബേസിക്കലി ഇതൊരു സ്റ്റാറ്റിക് ഫോട്ടോഗ്രാഫാണ്. ബട്ട് if we move our eyes around, we will see the red leaf are in motion. അതായത് നമ്മളുടെ കണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതായത് മൂവ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അതിലുള്ള റെഡ് ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി മോഷൻ ആ ഒരു പെർട്ടിക്കുലർ മോഷൻ ഉള്ളതുപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബട്ട് അവിടെ മോഷനില്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ മോഷനില്ല. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു ഇല്യൂഷനിൽ നമുക്ക് മോഷൻ ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്നു. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഹിയർ ഹാവ് ഒപ്റ്റിക്കൽ ഫ്ലോ. ഇവിടെ ഒപ്റ്റിക്കൽ ഫ്ലോ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന് കാരണം. സോ ഇതൊക്കെ ബേസിക്കായിട്ട് ഒപ്റ്റിക്കൽ ഫ്ലോയിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ, ഒപ്റ്റിക്കൽ ഫ്ലോ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബേർഡിൻ്റെ രണ്ട് സിനാരിയോയിൽ എടുത്തിട്ടുള്ള പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ രണ്ട് ഫിഗർ മാത്രം കൺസിഡർ ചെയ്യാം. അതായത് ഈ രണ്ട് ഇമേജസ് മാത്രം ഇപ്പോൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ഫസ്റ്റത്തെ ഇമേജ് കൺസിഡർ ചെയ്യുക. ആ ഇമേജിൽ ടൈം ടിയിൽ എടുത്തിരിക്കുന്ന ഇമേജാണത്. രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് T+Δt, അതായത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പിന് ശേഷം എടുത്തിട്ടുള്ള ഇമേജാണ് രണ്ടാമത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ Δt എന്ന് പറഞ്ഞാൽ വെരി സ്മോളാണ്. അതായത് നേരിയ ഒരു വ്യത്യാസം മാത്രമേ ആ രണ്ട് പിക്ചർ എടുക്കുമ്പോഴും ഉണ്ടായിട്ടുള്ളൂ. സോ ഇവിടെ നമ്മളൊരു എക്സ്ട്രാ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി ഈ ഒരു വിൻഡോ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് വിൻഡോസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു രണ്ട് എക്സ്ട്രാ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൺസിഡർ വൺ സെയിം വിൻഡോ ഇൻ ദീസ് ടു ഇമേജസ് ആൻഡ് അതർ വിൻഡോ ഇൻ ദ സെയിം ഇൻ അതർ ഇമേജ്. അതായത് രണ്ട് ഇമേജിലും സെയിം വിൻഡോ നമ്മൾ സെയിം ഡയറക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നൗ ഫോക്കസ് ഓൺ ദ ഫുട്ട് ഓഫ് ദ ബേർഡ്. ബേർഡിൻ്റെ ഫൂട്ട് ഫോക്കസ് ചെയ്യുക. അതായത് ഇതാണ് ബേർഡിൻ്റെ ഫൂട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂം ദ ലൊക്കേഷൻ ദാറ്റ് ഈസ് ഹിയർ x, y. അതായത് x, y എന്നുള്ളതാണ് ഫൂട്ടിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ഫിഗറിൽ ആ ഒരു ബേർഡിൻ്റെ ഫൂട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് x, y. നൗ അറ്റ് ദ ടൈം T+Δt, അതായത് ആ ഒരു ടൈം ഗ്യാപ്പിന് ശേഷം നമ്മൾ ആ ഫൂട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു ലൊക്കേഷനിലായിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് x+Δx, y+Δy. അതാണ് ഇപ്പോൾ ഫൂട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്.
So displacement of a point x and y is said to be delta x comma delta y. If we take delta x divided by delta x divided by delta t comma delta y divided by delta t, then we have speed of the point in the x y directions that we will call as u comma v, that is optical flow of the point. അതായത് ഇവിടെ നമ്മൾ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അങ്ങനെ ഒരു കേസ് എടുക്കുന്നു, അതുപോലെ തന്നെ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ രണ്ട് കേസിലും ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് യു ആയിട്ടും അതേപോലെ തന്നെ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വി ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് ഒപ്റ്റിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്, ബേസിക്കലി ഒപ്റ്റിക്കൽ ഫ്ലോ ഓഫ് ദ പോയിന്റ് പറയുന്നത്. നമ്മളിവിടെ രണ്ട് അസംഷൻസ് കൊടുത്തിട്ടുണ്ട്, അസംഷൻ 1 ആൻഡ് അസംഷൻ 2. അസംഷൻ 1 പറയുന്നത് ബ്രൈറ്റ്നസ് ഓഫ് ഇമേജ് പോയിന്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓവർ ടൈം. അതായത് നമുക്കിപ്പോൾ 2 ഇമേജ് ഉണ്ട്, ആ 2 ഇമേജിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ബേർഡിൻ്റെ ഫൂട്ടാണ്. അപ്പോൾ ഫൂട്ടിൽ ആ 2 ഇമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഇമേജിലും അതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ബ്രൈറ്റ്നസ് വിൽ ബി കോൺസ്റ്റൻറ്റ് ഓവർ ടൈം. ഇനി എത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലും ഓരോ ടൈം ഗ്യാപ്പിന് ശേഷം നമ്മൾ ആ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ബ്രൈറ്റ്നസ്സിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അവിടെ ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ബി എ കോംപ്ലക്സ് പ്രോബ്ലം. അത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രോബ്ലം. ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, അതായത് ടൈമിനനുസരിച്ചിട്ട് അത് ചേഞ്ച് ചെയ്യുന്നില്ല, ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അല്ല ചെറിയ രീതിയിലുള്ളൊരു വേരിയേഷൻ മാത്രമാണെങ്കിൽ അവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അല്ലാത്ത കേസുകളിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും. സോ അവിടെ നമുക്ക് ഫസ്റ്റ് അസംഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഇമേജ് പോയിൻ്റ് എക്സ് കോമ വൈ അറ്റ് ടൈം ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ പോയിൻ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ ടി പ്ലസ് ഡെൽറ്റ ടി. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് അസംഷൻ 1 കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ വേറൊരു അസംഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് കോമ ഡെൽറ്റ വൈ ആൻഡ് ടൈം സ്റ്റെപ്പ് ഡെൽറ്റ ടി ആർ സ്മോൾ. ദിസ് ഈസ് ദ സെക്കൻഡ് അസംഷൻ. സോ ഇവിടെ നൗ ഐ എക്സ്പാൻഡ് ചെയ്തിട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ദറ്റ് ഈസ് ഐ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ ടി പ്ലസ് ഡെൽറ്റ ടി. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ടി വിച്ച് വാസ് ദ ബ്രൈറ്റ്നസ് ഇൻ ദ പ്രീവിയസ് ഇമേജ്, that is plus intensity of x comma y comma t എന്ന് പറയുന്നത് it was the brightness in the previous image plus derivative of I with respect to x time the displacement in the x direction, okay, plus derivative of I with respect to y, that is the displacement in the y direction, and that is plus derivative of I with respect to t at the time and the displacement in the t direction. സോ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ അസംഷൻ 2ൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്, അസംഷൻ 2ലുള്ള ഇക്വേഷനിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് വൺ, സോ ദ അസംഷൻ ഗിവ് ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ അസംഷൻ 1ഉം 2ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. അതായത് അസംഷൻ 2ൽ ഈ ലാസ്റ്റത്തെ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ദാറ്റ് ഈസ് ഇക്വേഷൻ 2ൽ എഴുതിയതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അസംഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ 2 ഇക്വേഷൻസിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എക്സ് ടൈം ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ടൈം ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് ഐ ടി ടൈം ഡെറിവേറ്റീവ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാം. അതിനുശേഷം നെക്സ്റ്റ് വൺ, ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആൻഡ് ടേക്ക് ലിമിറ്റ് എസ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അതിനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഐ എക്സ്
derivative of x divided by derivative of t plus iy derivative of y divided by derivative of t plus it is equal to 0. അതിനുശേഷം അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് യു ആണ്. അതായത് ഫസ്റ്റ് നമ്മൾ ഒപ്റ്റിക്കൽ ഫ്ലോ യു വി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് യുവും, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് വൈ ഡിവൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് വി യു ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് ഇങ്ങനെ എഴുതാം. അപ്പം യു വി എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫ്ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനെ നമുക്ക് ഐ എക്സ് ടൈം ഡെറിവേറ്റീവ് ഓഫ് ഐ എക്സ് ടൈം യു ഐ വൈ ടൈം വി പ്ലസ് ഐ ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും വലിയ ഇക്വേഷന് നമ്മൾ ലാസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അതിന് ശേഷം അതിനെ സോൾവ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫ്ലോയിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫ്ലോ. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫ്ലോയിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഫ്ലോ ഈസ് എ ടെക്നിക് ദാറ്റ് ട്രാക്സ് ദ മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ഫ്രെയിംസ് ഓഫ് എൻ ഇമേജ് ഓർ വീഡിയോ സീക്വൻസ്. So it provides valuable information about the movement and the dynamics of objects in a scene. And optical flow has numerous applications in various fields. So ഈ various applications എന്ന് പറയുന്നത് ഒന്ന് ഒബ്ജക്റ്റ് ട്രാക്കിംഗ്, വീഡിയോ സ്റ്റെബിലൈസേഷൻ, ആക്ഷൻ റെക്കഗ്നീഷൻ, ഓട്ടോണമസ് വെഹിക്കിൾ, സ്ട്രക്ചർ ഫ്രം മോഷൻ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആൻഡ് വീഡിയോ കംപ്രഷൻ. ഇതുകൂടാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വേറെയുണ്ട്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. Optical flow can be used to track the motion of objects in video sequences. So it enables applications like object tracking in surveillance systems, visual effects in movies, and motion analysis in sports. Next one, video stabilization. Video stabilization means by estimating the optical flow between the consecutive frames. അതായത് ഓരോ വീഡിയോ ഫ്രെയിമിൻ്റെ ഇടയ്ക്കുള്ള ഒപ്റ്റിക്കൽ ഫ്ലോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ അൽഗോരിതംസ് ക്യാൻ കോമ്പൻസേറ്റ് ഫോർ ക്യാമറ മോഷൻ ആൻഡ് റെഡ്യൂസ് അൺവാണ്ടഡ് ക്യാമറ ഷേക്ക്. ദിസ് റിസൾട്ട് ഈസ് സ്മൂത്തർ ആൻഡ് മോർ സ്റ്റേബിൾ വീഡിയോ ഫുട്ടേജ്. നെക്സ്റ്റ് വൺ ഈസ് ആക്ഷൻ റെക്കഗ്നീഷൻ. ആക്ഷൻ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫ്ലോ അനാലിസിസ് ക്യാൻ ഹെൽപ്പ് ഇൻ റെക്കഗ്നൈസിങ് ആൻഡ് ക്ലാസിഫൈങ് ഹ്യൂമൻ ആക്ഷൻസ് ഇൻ വീഡിയോസ്. By tracking the motion of key points of regions, optical flow can capture the information necessary for action recognition tasks. Next one, autonomous vehicles. Optical flow is useful for analyzing the motion of surrounding objects in real time for autonomous vehicles. അതായത് ഒപ്റ്റിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോണമസ് വെഹിക്കിളിന് റിയൽ ടൈം അതിൻ്റെ മോഷനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് ട്രാക്ക് അതർ വെഹിക്കിൾസ്. അതായത് ഇപ്പം ട്രാഫിക്കിൽ വെഹിക്കിൾസിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെഹിക്കിൾസിൻ്റെ മോഷൻസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ഫ്ലോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊവൈഡിങ് ഇമ്പോർട്ടൻറ്റ് ഇൻപുട്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് അൽഗോരിതംസ്. നെക്സ്റ്റ് ആണ് സ്ട്രക്ചർ ഫ്രം മോഷൻ. ഒപ്റ്റിക്കൽ ഫ്ലോ ക്യാൻ ബി യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് ദ അതർ ടെക്നിക്സ് that reconstruct the 3D structure of a scene from a sequence of images. By analyzing the apparent motion of points or features across frames, optical flow helps in estimating depth and generating a 3D representation of the scene. അപ്പോൾ സ്ട്രക്ചർ ഫ്രം മോഷൻ അതിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ബേസിക്കലി അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫ്ലോ ക്യാൻ ബി എംപ്ലോയിഡ് ഇൻ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻസ് ടു അലൈൻ വെർച്വൽ ഒബ്ജക്ട്സ് വിത്ത് ദ റിയൽ വേൾഡ് എൻവയോൺമെൻറ്റ്. By tracking the motion of the camera and the surrounding scene, the optical flow helps in overlaying virtual content accurately. Next one is video compression. Video compression means optical flow can be utilized in video compression algorithms to estimate and encode motion vectors by transmitting only the motion information between frames. Video compression techniques can achieve efficient encoding and reduce the data size. Next one is
ഇമേജ് രജിസ്ട്രേഷൻ അതിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ്. ഇമേജ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫ്ലോ ക്യാൻ ബി യൂസ്ഡ് ഫോർ അലൈനിങ് ആൻഡ് രജിസ്റ്ററിങ് ഇമേജസ്. സോ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത്. സോ ഇപ്പം നമ്മൾ പറഞ്ഞത് ബേസിക്കലി വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഫ്ലോ. ഒപ്റ്റിക്കൽ ഫ്ലോയിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതായത് ഒരുപാട് ഇമേജസ് വെച്ചിട്ട് അതിൻ്റെ ബേസിക്കായിട്ട്, അതായത് മോഷൻ ഇല്യൂഷൻസ്, അതുപോലെ തന്നെ ബാർബേഴ്സ്, പോൾസ് ഇല്യൂഷൻ, ഇങ്ങനെയുള്ള എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് ഒപ്റ്റിക്കൽ ഫ്ലോയിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിന് ശേഷം ഒപ്റ്റിക്കൽ ഫ്ലോയിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ, കറസ്പോണ്ടിങ് ഇക്വേഷൻ പറഞ്ഞു. ദെൻ അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഏരിയാസും ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. താങ്ക് യു.